റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കുക്കു പരമേശ്വരനും മധുപാലും രാജി നൽകിയിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. സനിസ, പ്രതീക്ഷിച്ചിരുന്നതാണ് ഇവരുടെയൊക്കെ രാജി? കാരണം പുതിയൊരു സർക്കാരാണ്, കഴിഞ്ഞ സർക്കാരിന്റെ നിയമനമാണ് ഇവരെല്ലാവരും. അപ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ മാറി വരുമ്പോൾ ഇത്തരം രാജികൾ ഉണ്ടാവുന്നത് പതിവാണ്. അത്തരത്തിൽ അക്കാദമികളിൽ നിന്നും അതുപോലെ തന്നെ ഡയറക്ടറേറ്റിന്റെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ രാജിവെക്കുന്നുണ്ട്. അതുപോലെയാണ് റസൂൽ പൂക്കുട്ടിയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. കൂടാതെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മധുപാലും കുക്കു പരമേശ്വരനും രാജി നൽകിയിട്ടുണ്ട്. പൊതുവെ ഈ ചെയർമാൻ രാജിവെക്കുമ്പോൾ തന്നെ ആ ഒരു സമിതി തന്നെ അതിന്റെ അംഗീകാരം ഇല്ലാതാവുന്നതും സ്വാഭാവികമാണ്. അത്തരത്തിൽ പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാകും അടുത്തത് എന്നതിന്റെ ചർച്ചകളൊക്കെ ഇപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ജഗദീഷ് ഉണ്ട്. പത്തനാപുരത്ത് മുൻപ് മത്സരിച്ച കോൺഗ്രസ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പൊതുസമൂഹത്തിന് അറിയുന്ന ജഗദീഷ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ആണെന്ന് പല സമയങ്ങളിലും പ്രസ്താവനകളിലൂടെയൊക്കെ വ്യക്തമാക്കുന്ന സലീം കുമാറിന്റെ പേരും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കൂടാതെ ദീപു കണ്ണാരൻ, അദ്ദേഹത്തിന്റെ പേരും ഇതിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കൂടാതെ പ്രേംകുമാർ, ഇതിനു മുൻപ് റസൂൽ പൂക്കുട്ടിക്ക് മുൻപ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന പ്രേംകുമാറിന്റെ പേരും ഈ ഒരു സമയത്ത് കേൾക്കുന്നുണ്ട്. ഈ ഒരു റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കി നിയോഗിച്ച സമയത്ത് പ്രേംകുമാറിനെ ഒതുക്കിയതായിട്ട് അദ്ദേഹം തന്നെ പല സമയങ്ങളിലും പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ജഗദീഷ് തനിക്ക് ഇപ്പോൾ സിനിമകളുള്ള സമയമാണ്, തനിക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ജഗദീഷിലേക്ക് എത്താൻ വേണ്ടിയാണ് പുതിയ സർക്കാരിന്റെ ശ്രമങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും റസൂൽ പൂക്കുട്ടിയെ ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ സമയത്ത് പല വിവാദങ്ങളും വന്നിരുന്നു. അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ഇതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള പ്രസ്താവനകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ രാജിയും വെച്ചിരിക്കുകയാണ് സേതു. ഓക്കെ, ശരി സരിസ, ശരി.